UAE കോർപ്പറേറ്റ് ടാക്സിലെ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവണമെന്നുള്ളത് നമുക്ക് എന്ത് മനസ്സിലാവണം? ഡിപ്രീസിയേഷനെ കുറിച്ച് മനസ്സിലാവണം, ഓരോ ബിസിനസ്സിൻ്റെ മന്ത്ലി ആയിട്ടുള്ള നമ്മളുടെ എക്സ്പെൻസുകളെ കുറിച്ച് മനസ്സിലാവണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വീഡിയോയിലെ 4ാമത്തെ പാർട്ടാണ് ഈ വീഡിയോ, പാർട്ട് 4. മുന്നുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. മാച്ചിങ് കൺസെപ്റ്റ് അക്കൗണ്ടിങ്ങിലെ മാച്ചിങ് കൺസെപ്റ്റ്. ഈ മാച്ചിങ് കൺസെപ്റ്റ് നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സിൽ എവിടെയാണ് എഫക്റ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോപ്പർട്ടി, ഒരു വെഹിക്കിൾ എന്തോ ആവട്ടെ, നമ്മുടെ ഒരു അസറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ അസറ്റിൻ്റെ വാല്യൂ, അതായത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 1,00,000 ഒരു ഉദാഹരണത്തിന് ഒരു വെഹിക്കിൾ വാങ്ങി, കമ്പനി ആവശ്യത്തിന് ഓടാൻ ഒരു വെഹിക്കിൾ വാങ്ങി, കംപ്ലീറ്റ് 100% കമ്പനി ആവശ്യത്തിനാണ് ഉള്ളത്. അത് നോട്ട് ചെയ്ത് പറയുകയാണ്, ഇൻവെർട്ടഡ് കോമ. ഓക്കെ, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ സാമ്പത്തിക വർഷത്തെ കോർപ്പറേറ്റ് ടാക്സിൽ നമ്മളത് ഉൾപ്പെടുത്താമോ, അല്ലെങ്കിൽ എങ്ങനെ ഉൾപ്പെടുത്തണം? അപ്പം അത് പറയുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നുള്ളൊരു മേഖലയിലേക്ക് എത്തും. ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കോർപ്പറേറ്റ് ടാക്സിൽ കൃത്യമായ റൂളുകൾ വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 1,00,000 ഒരു വെഹിക്കിൾ വാങ്ങിയത് എങ്കിൽ ആ വാഹനം എത്ര വർഷം നമുക്ക് ഉപയോഗിക്കാം? ഈ അസറ്റ്, നമ്മുടെ ഫിക്സഡ് അസറ്റായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് എന്തോ അത് നമ്മൾ എത്ര വർഷത്തിന് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഒരു വെഹിക്കിൾ മേടിച്ചു, ആ വെഹിക്കിൾ നല്ല രീതിയിൽ നമുക്ക് കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ 5 വർഷത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 5 വർഷം ഈ ഒരു വെഹിക്കിൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 വർഷത്തിനുള്ളിൽ ഈ വെഹിക്കിൾ 1,00,000 വെഹിക്കിൾ ആണെങ്കിൽ അത് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മളത് ഡിപ്രീസിയേഷനിലേക്ക് തള്ളണം, എഴുതണം, ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അതായത് 1,00,000 വെഹിക്കിൾ ആണെങ്കിൽ ഈ 1,00,000 വെഹിക്കിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 years ആണ് അതിൻ്റെ ഏജ്. 5 years ഏജ് 1,00,000 വെഹിക്കിൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1,00,000 ആ വർഷത്തെ സാമ്പത്തിക വർഷത്തെ കോർപ്പറേറ്റ് ടാക്സ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാതെ ഡിവൈഡഡ് ബൈ 5, അപ്പോൾ ഈക്വൽ ടു 20K. ഓക്കെ, അതായത് 5 വർഷത്തിന് നമ്മൾ ആ ഒരു അസറ്റിൻ്റെ, ആ ഫിക്സഡ് അസറ്റിൻ്റെ കാലാവധി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, നമ്മൾ അങ്ങനെയാണ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1,00,000 ഈ 5 വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ഈ എമൗണ്ടാണ് നമ്മൾ CTയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, കോർപ്പറേറ്റ് ടാക്സിൽ അപ്ലൈ ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഓഫീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓഫീസ് ആണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യണം. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഓഫീസ്, നമ്മൾ ഒരു ലാൻഡ് മേടിച്ച്, അല്ലെങ്കിൽ ആ ലാൻഡ് നമ്മൾ പ്രോപ്പർട്ടി, അതൊരു ഓഫീസ് നമ്മൾ വെച്ചു നമ്മളെ കമ്പനിക്ക് വേണ്ടി, വീണ്ടും പറയുന്നു നമ്മളെ കമ്പനിക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി. അപ്പോൾ 50 ലക്ഷത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഓഫീസിൻ്റെ എക്സ്പെൻസ് മൊത്തം ഉള്ളത്. അപ്പോൾ ഈ 50 ലക്ഷം നമുക്ക് ഡയറക്റ്റ് കോർപ്പറേറ്റ് ടാക്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ വെഹിക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതും ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലാൻഡിൻ്റെ ഒരു വാല്യൂ കാണണം. പക്ഷെ ലാൻഡിനൊരു വാല്യൂ ഉണ്ട്, ഓഫീസിന്, ബിൽഡിങ്ങിന് നമ്മൾ നേരത്തെ വെഹിക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു കാലാവധി ഉണ്ട് ഓഫീസിന്. നമുക്ക് ഈ ഒരു ഓഫീസ് എന്നുള്ള സംവിധാനം വെച്ചുകൊണ്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്. എത്ര വർഷത്തിനാണ് ജനറേറ്റ് ചെയ്യാനുള്ളതെന്ന് നമ്മളൊരു കാലാവധി വെക്കണം. അപ്പോൾ ഒരു ചുരുങ്ങിയതൊരു 20 വർഷമാണ് നമ്മൾ ഈ ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഒരു ആയുസ് നിജപ്പെടുത്തുന്നതെങ്കിൽ, അപ്പോൾ എന്ത് ചെയ്യാം? 20 വർഷത്തിന് നമ്മൾ ഈ 50 lakh ഡിവൈഡ് ചെയ്യണം. ആണോ? ചെയ്യരുത്. അവിടെ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലാൻഡിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ലാൻഡ് ഒരിക്കലും നമ്മൾ ഡെപ്രീസിയേഷൻ എന്ന ഭാഗത്ത് വരുന്നതല്ല. കാരണം ഓരോ വർഷം കഴിയുന്തോറും ലാൻഡിന് വില കുറയുക അല്ലെങ്കിൽ നശിച്ചു പോവുക അങ്ങനെ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ
ലാൻഡിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ 20 വർഷം നമ്മൾ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ പിന്നെ അതിൻ്റെ ഒരു ആയുസ് നമ്മൾ കണ്ടു എങ്കിൽ ലാൻഡിൻ്റെ വാല്യൂ എത്രയെന്ന് വെച്ചെങ്കിൽ നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു 20 lakhs നമ്മൾ എന്ത് ചെയ്യും, ലാൻഡിൻ്റെ വാല്യൂ മൊത്തം 50 lakh നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ 20 lakh ലാൻഡിനാണ്, ബാക്കിയുള്ളത് 30 lakh ആണ്. 30 lakh ഡിവൈഡ് ബൈ 20 years, അതായത് 20 വർഷമാണ് നമ്മൾ ഈ പിന്നെ 30 ലക്ഷത്തിൻ്റെ ഓഫീസ് നമ്മൾ കാലാവധി കാണുന്നത്. അത് ഉപയോഗിക്കാൻ പറ്റുന്നതായി ഗുഡ് കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കണ്ടത് 20 വർഷമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ലാൻഡിൻ്റെ ക്യാഷ് എമൗണ്ട് ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 30 lakhs 20 വർഷത്തിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടേ നമ്മളത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കോർപ്പറേറ്റ് ടാക്സിൽ നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ 30 ലക്ഷം 20 വർഷത്തിലേക്കാണെങ്കിൽ ഒരു വർഷം നമുക്ക് 1,50,000 1.5 ലക്ഷം ആണ് നമ്മൾ ഓരോ വർഷവും, അതായത് 20 വർഷം നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. കോർപ്പറേറ്റ് ടാക്സിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗുണം, അതായത് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും ആ പണം നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. ബാക്കിയുള്ളതാണ് നമ്മൾ ഗവൺമെൻറ് FTA അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ വെഹിക്കിളിൻ്റെ ആയി കഴിഞ്ഞാലും ലാൻഡിൻ്റെ ആയി കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. അടുത്ത് നമ്മൾ എന്തെങ്കിലും ലാപ്ടോപ്പ് അല്ലെങ്കിൽ മെഷീനറി എക്യുപ്മെൻറ്റ്സ് വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളത് കോർപ്പറേറ്റ് ടാക്സിൽ പിന്നെ ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ബെനിഫിറ്റ് നമ്മളെ കമ്പനിക്ക് ലഭ്യമാക്കാം. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നത്? നമ്മൾ ഈ സാധനം മേടിച്ചു, എന്തുകൊണ്ടാണ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്നായിട്ടൊരു എമൗണ്ടായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് അത് നമുക്ക് കമ്പനിക്ക് വേണ്ടി ആ ഒരു ഡിഡക്ഷൻ നമ്മളെ കമ്പനിക്ക് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ട് ചെയ്തുകൊണ്ട് നമ്മളെ CT കോർപ്പറേറ്റ് ടാക്സ് പിന്നെ കുറച്ചടച്ചാൽ പോരെ. ഈ ഒരു ചിന്ത ഏവർക്കും വരുന്നതാണ്. അതിൻ്റെ കാരണമാണ്, അതിൻ്റെ പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു അക്കൗണ്ടിങ് ഒരു കാര്യം ഏത് മേഖലയിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ പ്രോഫിറ്റ് കാണുന്നത് എങ്ങനെയാണെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഒരു മാസത്തിൽ എത്രയാണോ ആ മാസത്തിൽ തന്നെയുള്ള ചെലവുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആ മാസത്തിൽ തന്നെയാണ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ല? അതായത് നമ്മളൊരു പിന്നെ വെഹിക്കിൾ മേടിച്ച് 1 ലക്ഷത്തിന് വെഹിക്കിൾ മേടിച്ച് കഴിഞ്ഞാൽ ആ 1 ലക്ഷത്തിൻ്റെ വെഹിക്കിൾ റൺ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഒരു വർഷം മാത്രമല്ല. 1 ലക്ഷത്തിൻ്റെ വെഹിക്കിൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു വർഷമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തുക മൊത്തമായി നമ്മൾ ആ ഒരു വർഷത്തിൽ ആഡ് ചെയ്യാത്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് എക്സ്പെൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസത്തെ പിന്നെ ഇൻകം, അതായത് പ്രോഫിറ്റ് വളരെ ഡൗൺ ആയിരിക്കും, ചിലപ്പോൾ ലോസിലേക്ക് പോകും. പിന്നെ നെക്സ്റ്റ് മന്ത് നമുക്ക് എക്സ്പെൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം എല്ലാം ഒരൊറ്റയടിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായി, അതൊരു മാനിപ്പുലേറ്റഡ് പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലെ നമുക്ക് അനുഭവപ്പെടും. കൃത്യമായി നമ്മുടെ ബിസിനസ്സിൻ്റെ പിന്നെ ഒരു താളം, അതിൻ്റെ ഒരു പിന്നെ ഗ്രോത്ത് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ബിസിനസ്സിനും നമ്മൾ പണം എപ്പോൾ കൊടുക്കുന്നു എന്ന് നോക്കാതെ അതാത് മാസത്തെ ചിലവുകൾ അതാത് മാസത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മളൊരു വെഹിക്കിൾ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ നമ്മൾ 20 വർഷം നമ്മൾ ഈ വെഹിക്കിൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബിസിനസ് ഉണ്ട്, നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓരോ വർഷവും എത്ര ഇൻകം ജനറേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ആ ഓരോ വർഷവും നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തുകൊണ്ട് എക്സ്പെൻസും നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നു. ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ അത്ര മാത്രം ചിന്തിച്ചാൽ ഈ കാര്യം വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് മാച്ചിങ് കൺസെപ്റ്റ്. അത് മാച്ച് ചെയ്യുന്നു, നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും നമ്മളെ എക്സ്പെൻസും അതാത് കാലയളവിൽ തന്നെ മാച്ച് ചെയ്യുന്നു. അതാണ് മാച്ചിങ് കൺസെപ്റ്റ്, അക്കൗണ്ട്സിലെ മാച്ചിങ് കൺസെപ്റ്റ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ, അതേമാതിരി കോർപ്പറേറ്റ് ടാക്സിൽ, ഇങ്ങനെ പല മേഖലയിൽ കാണാം. ഇതാണ് അതിൻ്റെ കൃത്യമായ രീതികൾ. ഈ രീതി വെച്ചുകൊണ്ടാണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന് പിന്നെ എക്സ്പെൻസുകൾ, അതായത് അസറ്റ് പിന്നെ ഫിക്സഡ് അസറ്റ് എക്സ്പെൻസുകൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. മുന്നേ പറഞ്ഞല്ലോ, സാധാരണ നോർമൽ ഡേ ടു ഡേ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ എങ്ങനെയാണെന്നുള്ളതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ, ഇതിന് തുടർച്ചയായ വീഡിയോകൾ അടുത്ത തന്നെ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.